കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ, പോലീസ് കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. എന്തൊക്കെയാണ് അഭിനന്ദ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഭിനന്ദ്? വിജയകുമാർ, ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസിന് പരാതി കൈമാറിയിരിക്കുകയാണ്. IPC 354 പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത നടപടികൾ ആരംഭിക്കാൻ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് കമ്മീഷണർ നമ്മളോട് പ്രതികരിച്ചത്. ശ്യാം സുന്ദർ കൊച്ചിയിൽ അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ അടിയന്തര യോഗം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചേർന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലേക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് ഈ പരാതി കൈമാറിയത്. IPC 354 പ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ സംവിധായകൻ രഞ്ജിത്തിന് നേരെ ഉണ്ടായ മൊളസ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് മെയിൽ അയച്ചിട്ടുള്ളത്. എന്താണ് ഉള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അത് മൊഴി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. എന്തായാലും നോർത്ത് പോലീസ് അതിന് കൈമാറിയിരിക്കുന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയകുമാർ, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? ഈ കേസ് കൈമാറുമോ പ്രത്യേക അന്വേഷണ സംഘത്തിന്? എന്തൊക്കെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്? വിജയകുമാർ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കേസ് എടുത്തിരിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ പരാതിയിൽ ഈ അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 354 ആക്ടുകൾ പ്രകാരം കേസെടുക്കണമെന്ന്, അത് പ്രകാരം തന്നെയാണ് നിലവിൽ കേസെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നു. ഇനി തുടരന്വേഷണത്തിനായി ഒരുപക്ഷെ കേസ് SITക്ക് കൈമാറും എന്നുള്ളതാണ് നിലവിൽ. കല്ലൂർ റോഡിലുള്ള ഫ്ളാറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ പശ്ചാത്തലത്തിലാണ് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് നടി ഈ രഞ്ജിത്തിനെതിരെയുള്ള പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനമാണ് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയത്. ഒടുവിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം വെളിപ്പെടുത്തൽ മാത്രമായി നിലനിന്നെങ്കിൽ ഇന്നവർ അതൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് ഈ തനിക്കെതിരെ ഗൂഢാലോചന ഈ നടിയുടെ ഭാഗത്ത് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ഇവർ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ രഞ്ജിത്ത് സെക്ഷൽ ഇന്റൻഷനോടുകൂടി കടന്നു പിടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി വേണം എന്നുള്ളതായിരുന്നു ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് സംഭവിച്ച നേരിട്ട ദുരനുഭവങ്ങളെല്ലാം അക്കമിട്ടി പരാതിയിൽ നിരത്തിയിരുന്നു. അതിലൊപ്പം തന്നെ ദൃക്സാക്ഷിയുടെ പേരുണ്ടായിരുന്നു. തനിക്ക് നേരിട്ട ദുരനുഭവം താൻ പങ്കുവെച്ച ആളുകളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ കൃത്യമായൊരു പരാതി, ആ പരാതിയിന്മേൽ കേസെടുക്കാതെ മറ്റൊരു വഴിയും പോലീസിന് ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ പശ്ചിമ ബംഗാൾ നടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഐശ്വര്യ ഡോങ്കറെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. ജോഷി ജോസഫ് എന്ന സംവിധായകന്റെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഈ പരാതിയിലടക്കം ജോഷിയുടെ പേര് ഈ നടി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് അവർ ഓടി രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചത് ജോഷിയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ജോഷിയുടെ മൊഴി രേഖപ്പെടുത്തും. എത്രയും അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തി ഈ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ ജോഷിയുടെ വീട്ടിലും അന്ന് അവിടെയാണ് അവർ രാത്രി തങ്ങിയത്. അതുകൊണ്ട് അവിടെയും നേരിട്ടെത്തിയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ഫാദർ അഗസ്റ്റിൻ പട്ടോളി അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യങ്ങൾ അറിയാമെന്ന് നേരത്തെ അദ്ദേഹം ടെലിവിഷനിലൂടെ പറഞ്ഞ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി അദ്ദേഹത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ കേസ് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സർക്കാർ പലതരത്തിലുള്ള കവചങ്ങളും തീർത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്തിയിരുന്നു. സജി ചെറിയാൻ തന്നെ അതിന് മുൻകൈയെടുത്ത്, സംസ്കാര വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് വരുന്നതെല്ലാം
നമ്മൾ കണ്ടതാണ്. പക്ഷേ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ആ രാജി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതൊരു ക്രിമിനൽ നടപടിയായി മുന്നോട്ട് പോകുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോഷി ജോസഫ് പറഞ്ഞത് ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരാമായിരുന്ന പ്രശ്നമാണ്. ഈ രഞ്ജിത്ത് ഇത്തരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കിയാണ് ഈ കേസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതെന്ന്. ഇനി നിയമ നടപടി നേരിടാതെ രക്ഷയില്ല. അതുകൊണ്ട് രഞ്ജിത്ത് മനസ്സിലാക്കുന്നതനുസരിച്ച് രഞ്ജിത്തിന് സ്വാഭാവികമായും മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. രഞ്ജിത്ത് ഈ നടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൗണ്ടർ കേസിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് തന്നെയാണ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ കേസ് ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്, വനിതാ IPS ഓഫീസർമാർ നയിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറാൻ ഒരുങ്ങുകയാണ്. അവരായിരിക്കും ഇതിന് തുടരന്വേഷണം നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ ഒരു കൃത്യതയുണ്ട്. കാരണം എപ്പോഴാണ് ഈ ആരോപണം അല്ലെങ്കിൽ ആരോപണത്തിന് കാരണമായ ഈ പരാതിക്ക് കാരണമായ സംഭവം നടന്നത് എന്നതിൻ്റെ സമയം എവിടെ വെച്ചാണ് എന്നതിൻ്റെ സാഹചര്യം, അതുപോലെ അതിൻ്റെ ഭാഗമായ മറ്റു വിവരങ്ങൾ, അതിനുശേഷം ഈ അഭിനേത്രി ഇതിനെ സംബന്ധിച്ച് അന്ന് തന്നെ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അതിൽ ചിലരാണ് അവർക്ക് തിരികെ കൊൽക്കത്തയിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ പരാതിയിൽ തന്നെയുണ്ട്. അപ്പോൾ പോലീസിന് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലേക്ക് എത്തുന്ന ആദ്യ കേസായി ഇത് മാറുകയും